തിരുവനന്തപുരം നഗരസഭയിൽ വി രാജേഷ് മേയറായതിനു ശേഷം എന്തൊരു ഐശ്വര്യമാണ്. ദാ ഇപ്പോൾ കുടിവെള്ളവും മുട്ടിയിരിക്കുന്നു. എന്തെല്ലാം വാത്താളമായിരുന്നു. BJP ഗവൺമെൻറ് വന്നാൽ, BJPയുടെ മേയർ വന്നാൽ ഉറപ്പായിട്ടും മാറ്റം വരും, മാറാത്തതും മാറും എന്നൊക്കെയല്ലായിരുന്നു തള്ളിവിട്ടത്. ഇപ്പോൾ എന്തായി? വാർത്തയൊന്ന് കേട്ടെ. തിരുവനന്തപുരത്തെ ഒരു വലിയ പ്രശ്നമെന്നത് വിവിധയിടങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ദിവസങ്ങളാകുന്നു എന്നതാണ്. ആറ്റുകാൽ പൊങ്കാല എടുത്തിട്ടും പ്രശ്നപരിഹാരം കാണാതെ മുന്നോട്ട് പോവുകയാണ്. പൊങ്കാല ദിവസം വെള്ളത്തിന് പ്രശ്നമുണ്ടാകില്ല എന്ന് മേയർ വി രാജേഷ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടിവെള്ള വിതരണത്തിന്റെ കാര്യത്തിൽ വലിയൊരു ആശങ്ക തിരുവനന്തപുരത്തെ ജനങ്ങൾ നേരിടുകയാണ്. വാട്ടർ അതോറിറ്റിയുമായി പലതവണ സംസാരിച്ചു, പക്ഷേ അതൊന്നും തന്നെ പരിഹാരത്തിലെത്തിയിട്ടില്ല. അതിനുവേണ്ടി ശക്തമായ ഇടപെടലുകൾ മന്ത്രിമാരോടും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള മീറ്റിംഗിൽ തന്നെ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. ലഭ്യമായ ടാങ്കറിലൊക്കെ തന്നെ കോർപ്പറേഷന് സാധിക്കുന്ന തരത്തിൽ വെള്ളം എത്തിക്കുവാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇത്രയും നാൾ തിരുവനന്തപുരം നഗരസഭയിൽ കുടിവെള്ളത്തിന് ക്ഷാമമില്ലായിരുന്നു. ഇപ്പോഴിതാ BJP അധികാരത്തിൽ കയറിയ ഉടനെ കുടിവെള്ളത്തിന് വരെ ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നു. അതുമാത്രമാണോ? മാറാത്തത് മാറും എന്ന ടാഗ് ലൈനോട് കൂടി BJP ക്യാൻവാസിംഗ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഇവന്മാർ എന്തോ വലിയ പണിയുമായി തിരുവനന്തപുരത്തെ നശിപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന്. അതുപോലെ തന്നെയാണ്, മാറാത്തതൊന്നും മാറിയില്ല. തുടക്കത്തിൽ നാറാത്ത ഇടങ്ങളൊക്കെ നാറി തുടങ്ങിയിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ മുക്കിലും മൂലയിലും വരെ വേസ്റ്റ് അടിഞ്ഞുകൂടി. എന്തിനേറെ പറയുന്നു, ഡ്രെയിനേജ് സംവിധാനം വരെ പൊട്ടി നടു റോഡിലേക്ക് ഒലിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ പോലും മേയറായ വി രാജേഷ് ഡൽഹിയിൽ ടൂറിലായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? വിശ്വഗുരുജിയുമായിട്ട് ചായ സൽക്കാരത്തിന്. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ മേയറായ വി രാജേഷും പരിവാരങ്ങളും ഡൽഹിയിൽ ടൂറുമായി നടക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ സാധാരണക്കാരായ ജനങ്ങൾ വേസ്റ്റിലും ഡ്രെയിനേജ് വെള്ളത്തിലും നീന്തുകയായിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് കുടിവെള്ളത്തിന് പോലും ക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യം, കുടിവെള്ളം മുട്ടുന്ന സാഹചര്യം എന്നല്ല പറയാൻ, കുടിവെള്ളം മുട്ടിച്ച സാഹചര്യമാണ് വി രാജേഷ് മേയറായി നിൽക്കുന്ന BJP ഭരണകൂടം തിരുവനന്തപുരം നഗരസഭയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ പറയൂ, മാറാത്തത് എന്താണ് ഇവർ മാറ്റിയത്? മാധ്യമങ്ങളൊന്നും ഇത് വാർത്തകളായി കൊടുക്കുന്നില്ല. കാരണം എന്താണ്? ഇടതുപക്ഷത്തിലെ ആരെങ്കിലും ആയിരുന്നു നഗരസഭ ഭരിച്ചിരുന്നതെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾക്കെല്ലാം ഉള്ളുപൊള്ളിയനെ. ഇപ്പോൾ BJPയുടെ മേയറാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും PR പണി BJPക്ക് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ മാധ്യമങ്ങൾ. അതുകൊണ്ട് ഒരക്ഷരം മിണ്ടുകയില്ല. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കണം, വി രാജേഷ് എന്ന് പറയുന്ന BJPയുടെ മേയർ തിരുവനന്തപുരം നഗരസഭയെ ഭരിച്ച് കുട്ടിച്ചോറാക്കുകയാണെന്നുള്ള ആ സത്യം. കുടിവെള്ള വിതരണത്തിന്റെ കാര്യത്തിൽ വലിയൊരു ആശങ്ക തിരുവനന്തപുരത്തെ ജനങ്ങൾ നേരിടുകയാണ്. വാട്ടർ അതോറിറ്റിയുമായി പലതവണ സംസാരിച്ചു, പക്ഷേ അതൊന്നും തന്നെ പരിഹാരത്തിലെത്തിയിട്ടില്ല. അതിനുവേണ്ടി ശക്തമായ ഇടപെടലുകൾ മന്ത്രിമാരോടും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള മീറ്റിംഗിൽ തന്നെ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. ലഭ്യമായ ടാങ്കറിലൊക്കെ തന്നെ കോർപ്പറേഷന് സാധിക്കുന്ന തരത്തിൽ വെള്ളം എത്തിക്കുവാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്.